ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനുമെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു നരേന്ദ്രമോദി. സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് എപ്പോഴും അവകാശപ്പെടുന്നവർ തന്റെ ശവക്കല്ലറ കുഴിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ ജനപിന്തുണ ഉള്ളിടത്തോളം കാലം അതവർക്ക് സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പരിഹസിച്ച പ്രധാനമന്ത്രി സ്വന്തം കുടുംബ സ്റ്റാർട്ടപ്പ് പോലും കൃത്യമായി നടത്താൻ കഴിയാത്തവരാണ് രാജ്യത്തെ നയിക്കാൻ മോഹിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. തന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ പരിഹസിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഖാർഗെക്ക് സംസാരിക്കാൻ മുൻഗണന നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ പ്രതിഷേധത്തിൽ കലാശിച്ചത്. സംസാരിക്കാൻ ആദ്യം അവസരം നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഖാർഗെക്ക് 2 മിനിറ്റ് നൽകണമെന്ന് CPM അംഗം ജോൺ ബ്രിട്ടാസും പറഞ്ഞു. അത് അനുവദിച്ചു കൊടുക്കാത്തതോടെ ഖാർഗെയും മറ്റു കോൺഗ്രസ് DMK ഇടത് അംഗങ്ങളും പ്രതിഷേധം ആരംഭിച്ചു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ ഹാജരായിരുന്നില്ല. പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ഖാർഗെയെക്കുറിച്ച് മോദി പരാമർശിക്കുകയും ചെയ്തു. പ്രായമായില്ലേ, ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചോളൂ എന്നാണ് ഖാർഗെയോട് പറഞ്ഞത്. തുടർന്ന് മുദ്രാവാക്യം വിളിയിലൂടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ഭരണകക്ഷി അംഗങ്ങളെ സാക്ഷിയാക്കി 1.5 മണിക്കൂറിലധികം നീണ്ട പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് താഴെത്തട്ട് നിന്ന് രാഷ്ട്രപതി പദവിയിലെത്തിയ ഒരു ഗിരിവർഗ വനിതയോടുള്ള അവഹേളനമാണെന്നും മോദി പറഞ്ഞു. കൂടാതെ തന്നെപ്പോലുള്ള പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിൽ എത്തിയതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും മോദി പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം കൊണ്ടുവന്നത്, പാകിസ്ഥാനിൽ ഭീകരവാദികളെ അവരുടെ താവളത്തിൽ പോയി തീർത്തത് തുടങ്ങിയ തന്റെ ഭരണ നടപടികൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ മോദി ഇതെല്ലാം കാരണമാണ് തന്റെ ശവക്കല്ലറ തുറക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് തന്റെ മുന്നിൽ 35 കോടി പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. അന്നുള്ള പൗരന്മാരെ എല്ലാം നെഹ്റു പ്രശ്നങ്ങളായിട്ടാണ് കണ്ടത്. എനിക്ക് 140 കോടി ജനങ്ങൾ 140 കോടി പരിഹാര മാർഗങ്ങളാണ്. ഹിമാചലിൽ കർഷകർക്ക് ജീപ്പ് കൊടുക്കുന്ന പദ്ധതി നിർത്തി റോഡ് മോശമായതിനാൽ കഴുതയെ കൊടുത്താൽ മതി എന്ന് ആസൂത്രണ കമ്മീഷനോട് പറഞ്ഞ ആളാണ് ഇന്ദിരാഗാന്ധിയെന്നും മോദി പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭാംഗവും മന്ത്രിയുമായ പഞ്ചാബിൽ നിന്നുള്ള രവനീത് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി വഞ്ചകൻ എന്ന് വിളിച്ചതിനെയും മോദി പരാമർശിച്ചു. സിഖുകാരെയാണ് ഇതിലൂടെ ആക്ഷേപിച്ചതെന്നും കോൺഗ്രസിൽ നിറഞ്ഞിരിക്കുന്ന സിഖ് വിരോധമാണിത് കാണിക്കുന്നതെന്നും മോദി പറഞ്ഞു. ഇത്തവണ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമിട്ട് രാഷ്ട്രപതി നടത്തിയ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയം പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇല്ലാതെയാണ് ലോക്സഭ പാസാക്കിയത്. 2004 ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു നടപടി. പ്രധാനമന്ത്രി മറുപടി നൽകാൻ ആലോചിച്ചിരുന്നെന്നും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ചെന്നുമാണ് സർക്കാരിന്റെ അവകാശവാദം. ചർച്ചയോ വിശദീകരണങ്ങളോ കൂടാതെയാണ് നന്ദി പ്രമേയം പാസാക്കിയത്. 2004 ജൂണിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതിപക്ഷത്തെ BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് നന്ദിപ്രമേയത്തിന് മറുപടി നൽകിയിരുന്നില്ല. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാതെ ഒളിച്ചോടിയ മോദി രാജ്യസഭയിൽ നൽകിയ മറുപടിയിലും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളോടൊന്നും പ്രതികരിച്ചില്ല. പകരം കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്.